കർണാടക കോൺഗ്രസിൽ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെതിരെ പടയൊരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനാണെന്ന് മന്ത്രി സതീഷ് ജർക്കിഹോളി പറഞ്ഞു. നേതൃത്വത്തിന്റെ അശ്രദ്ധ പല മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണമായെന്ന് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ ആരോപണം. കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം ഡി.കെ. ശിവകുമാറിനുമേൽ ചാർത്തുകയാണ് സിദ്ധരാമയ്യ പക്ഷം. തെരഞ്ഞെടുപ്പിൽ ഡി.കെ. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓൾഡ് മൈസൂരു മേഖലയിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായത് മറുവിഭാഗം ആയുധമാക്കുകയാണ്. സ്വന്തം തട്ടകമായ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ സഹോദരൻ ഡി.കെ. സുരേഷ് 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോറ്റത് ഡി.കെ. ശിവകുമാറിന് തിരിച്ചടിയായി. JDS ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വൊക്കലിംഗ വോട്ടുകൾ പിടിക്കാനുള്ള ഡി.കെയുടെ തന്ത്രവും പാളിയെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് ഡി.കെയെ ലക്ഷ്യമിട്ടുള്ള വിമർശനവുമായി സിദ്ധരാമയ്യ പക്ഷക്കാരനായ മന്ത്രി സതീഷ് ജാർക്കിഹോളി രംഗത്തു വന്നത്. നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസം വിനയായെന്ന് സതീഷ് ജാർക്കിഹോളി പറഞ്ഞു. 2.5 വർഷത്തിന് ശേഷം കർണാടകയിൽ അധികാര കൈമാറ്റം വേണമെന്ന നിലപാടിലാണ് ഡി.കെ. വിഭാഗം. അത്തരം ചർച്ചകളുടെ മുനയൊടിക്കുക കൂടിയാണ് പുതിയ നീക്കത്തിലൂടെ സിദ്ധരാമയ്യ പക്ഷം ലക്ഷ്യമിടുന്നത്. 24 ബംഗളൂരു.